ഹലോ ഗൈസ്, അങ്ങനെ ഒരു വിഷുവും കൂടി വന്നെത്തിയിരിക്കുകയാണല്ലേ. ഇന്ന് എൻ്റെ വ്ളോഗിൽ വിഷു ദിവസമാണ് കേട്ടോ കാണിക്കുന്നത്. വിഷു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഈ വ്ളോഗ് നിങ്ങളിലേക്ക് എത്തുക. അങ്ങനെ നമ്മൾ രാവിലെ കണിയൊക്കെ കണ്ടു. അമ്മ ഇതാ പൂജാമുറി ഒരുക്കുകയാണ്. നമുക്കുള്ള കൈനീട്ടത്തിൻ്റെ നേരമായിട്ടോ. ആദ്യം നമ്മൾ കൈനീട്ടത്തിന് മുന്നേ ഒരു പടക്കമൊക്കെ ഒന്ന് പൊട്ടിച്ചു. കണി കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനൊരു പടക്കം പൊട്ടിക്കൽ പതിവാണ്. വിഷുവിൻ്റെ തലേദിവസം മുതൽ തന്നെ നമ്മളിങ്ങനെ പടക്കം പൊട്ടിക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ വീഡിയോയും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്ക് ടു വിഷു ഡേ. പടക്കം പൊട്ടിക്കൽ കഴിഞ്ഞപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് വിഷു കൈനീട്ടം തരാൻ വേണ്ടി വിളിച്ചു. ആദ്യം അമ്മയ്ക്കാണ് കേട്ടോ വിഷു കൈനീട്ടം. ഓർഡർ അനുസരിച്ചാണ് വിഷു കൈനീട്ടം. പിന്നെ അത് കഴിഞ്ഞിട്ട് ചേട്ടനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കായിരുന്നു. ഇവിടെ ആയതുകൊണ്ട് എനിക്ക് ആദ്യം കിട്ടും. എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ ഞാനിതിനു വേണ്ടി അവസാനം വരെ കാത്തു നിൽക്കണമായിരുന്നു. ഇവിടെ ഞാൻ മൂത്തതാണല്ലോ. അങ്ങനെ അടുത്തത് അനിയനായിരുന്നു കൈനീട്ടം. പിന്നെ അത് കഴിഞ്ഞ് അനിയത്തിക്കും കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ രാവിലത്തെ വിഷു കൈനീട്ട പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് രാവിലെ അമ്പലത്തേക്കൊന്ന് പോകണമായിരുന്നു. അതിനുവേണ്ടി ഞാൻ അമ്പലത്തേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി. ഞാനും ഉണ്ണിമോളും പിന്നെ അനിയനും കൂടിയിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതാ കാറ് ആയിട്ട് അനിയൻ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അത് അച്ഛൻ വന്നപ്പോഴേക്കത്ത് തിരിച്ചുപോയി. അത് കഴിഞ്ഞ് അനിയത്തി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി ഇവിടെ അടുത്തുള്ള ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ തൊഴാൻ പോകുന്നത്. ആദ്യം ഞങ്ങൾ തുണ്ടത്തിൽ ക്ഷേത്രത്തിലേക്കും പിന്നീട് മുടിക്കോട് ക്ഷേത്രത്തിലും പോയി തൊഴുതു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് മടങ്ങി അമ്മയെ സഹായിക്കാൻ വേണ്ടി അടുക്കളയിൽ കയറി. ഇത് ഉണ്ണിമോളുടെ വിഭവമാണ് കേട്ടോ, മസാലക്കറി. അത് കഴിഞ്ഞ് അമലിൻ്റെ വക പപ്പടം കാച്ചലായിരുന്നു. അങ്ങനെ ഒരു യുദ്ധം പപ്പടം കാച്ചലിൽ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ വിഷു സദ്യ റെഡിയായിരിക്കുകയാണ്. ഞാനും ഉണ്ണിമോളും അമ്മയും ഞങ്ങൾ 3 ചേർന്നാണ് ഈ ഒരു സദ്യ ഒരുക്കിയത്. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. നമ്മുടെ കൂടെ ഇന്ന് വേറൊരാളും കൂടി ഉണ്ട് കേട്ടോ, ഉണ്ണിമോളുടെ അനിയനാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ഉച്ച കഴിഞ്ഞ് നമ്മുടെ വീട്ടുകളിലേക്ക് പോകണം. ഉണ്ണിമോളുടെ വീട്ടിലേക്കും എനിക്ക് എൻ്റെ വീട്ടിലും പോകണം. അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ചത് റെഡി ആയിരിക്കുകയാണ്. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാന്നൊക്കെ ആയിരിക്കുന്നു കുട്ടികളുടെ ആഗ്രഹമില്ല. അത് നടന്നോട്ടെ. ഓക്കെ. അപ്പോൾ നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ മാറി ഇനി നമ്മുടെ ഫോട്ടോഷൂട്ടാണ്. അതിനു വേണ്ടി എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. പുറത്തിറങ്ങി നല്ല ചൂടാണ്, അതുകൊണ്ട് ഫോട്ടോ എടുക്കലൊക്കെ വേഗം അവസാനിപ്പിക്കണം. ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നതാണ്. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. ഇത് ഇനി അടുത്തത് നമ്മുടെ ഇവിടെയുള്ള വിഷു കൈനീട്ട പരിപാടികളാണ്. അങ്ങനെ അച്ഛൻ്റെ വകയും അമ്മമ്മയുടെ വകയൊക്കെ വിഷു കൈനീട്ടം കിട്ടി. ഞാൻ അങ്ങോട്ടും വിഷു കൈനീട്ടമൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ വന്നിട്ട് ആരുട്ടനും അതുപോലെ തന്നെ ഒരു കുഞ്ഞു കുടുക്കുണ്ടല്ലോ, അവനും വിഷു കൈനീട്ടമൊക്കെ കൊടുത്തു. അവൻ കിട്ടിയ ഉടനെ അത് വായിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏട്ടന്മാരുടെ വകയും ചേച്ചിമാരുടെ വകയൊക്കെ വിഷു കൈനീട്ടം കിട്ടി. പിന്നെ അതവിടെ ചേട്ടനും അനിയനും കൂടി നല്ല കളിയാണ്. ഇത് മൂത്തത് ഭയങ്കര വികൃതിയാണെങ്കിലും അവന് ഇങ്ങനെ കാണിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളത് ആ പടക്കം പൊട്ടിക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നിരിക്കുകയാണ്. മുന്നേ ഞങ്ങളിതുപോലെ ഞാനും ഏട്ടന്മാരും കൂടി ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിക്കുമായിരുന്നു. അപ്പോൾ അന്നൊക്കെ എനിക്ക് പടക്കം പൊട്ടിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ എനിക്ക് സ്പെഷ്യലായിട്ട് മറ്റേ പാമ്പ് ഗുളിക ഉണ്ടല്ലോ, അതൊക്കെ വാങ്ങിക്കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ അവർ വലുതൊക്കെ പൊട്ടിക്കുമ്പോൾ ഞാൻ സൈഡിലിരുന്ന് ഈ പാമ്പ് ഗുളികയായിരുന്നു എപ്പോഴും കത്തിക്കാറ്. അതുകൊണ്ട് എല്ലാ കൊല്ലം വിഷുവിന് അവരിത് പ്രത്യേകം എടുത്ത് വയ്ക്കാറുണ്ട്. അങ്ങനെ ഈ വിഷുവും കൂടി അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ സദ്യയും പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി. ഹലോ, അങ്ങനെ നമ്മുടെ വിഷു ആഘോഷമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് തിരിച്ചു. ഇപ്പം ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവാണ്. ഇപ്പോൾ ഏകദേശം ടൈം ഒരു 10:57